ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെം AEC2 BSc ഹിന്ദിയെ പറ്റിയാണ്. അതായത് BSc ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന AEC2 ഹിന്ദി സിലബസിനെ പറ്റി. ഈ വീഡിയോയിൽ സ്പെസിഫിക് ആയി സന്ധ്യാസുന്ദരി എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ചാപ്റ്റർ തേർഡ് മൊഡ്യൂളായ അനലൈസിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് എന്ന ഭാഗത്തായാണ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ലേഖകനെ പറ്റി നോക്കാം. सूर्यकांत त्रिपाठी निराला എന്നാണ് നമ്മുടെ ലേഖകന്റെ പേര്. उनका जन्मस्थान बंगाल के मेदिनीपुर जिले के अंतर्गत महिषादल राज्य में है और वह संस्कृत, बंगला, अंग्रेजी, हिंदी आदि का गहन अध्ययन किया है. रामकृष्ण मिशन के पत्र समन्वय के संपादन कार्य के दौरान रामकृष्ण परमहंस और स्वामी विवेकानंद के जीवन दर्शन से विशेष रूप से प्रभावित हुए. कुछ समय तक उन्होंने मतवाला नामक साप्ताहिक पत्र का सफलतापूर्वक संचालन किया. इनकी भाषा मुख्य रूप से संस्कृत निष्ठ या संस्कृत गर्भित थे. എന്താണ് പറയുന്നത്? ബംഗാളിലെ മേദിനിപൂർ ജില്ലയിലെ മഹിഷാദൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. സംസ്കൃതം, ബംഗാളി, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ അദ്ദേഹത്തിന് ആഴത്തിലുള്ള പഠനം നടത്തിയിരുന്നു. രാമകൃഷ്ണ മിഷന്റെ സമന്വയ് എന്ന പത്രത്തിന്റെ പത്രാധിപനായി പ്രവർത്തിക്കുന്ന കാലത്ത് രാമകൃഷ്ണ പരമഹംസരുടെയും സ്വാമി വിവേകാനന്ദന്റെയും ജീവിത ദർശനങ്ങളിൽ നിന്ന് അദ്ദേഹം വിശേഷമായി സ്വാധീനിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. മത്വാല എന്ന പ്രതിവാര പത്രം, അതായത് ഓരോ ആഴ്ചയും പുറത്തിറങ്ങുന്ന മാഗസീനാണ്, അദ്ദേഹം കുറച്ചുകാലം വിജയകരമായി നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രചനകളിലെ ഭാഷ പ്രധാനമായും സംസ്കൃതനിഷ്ഠമായിരുന്നു. അതായത് സംസ്കൃതത്തിന്റെ ചായ്വ് കൂടുതലായി അദ്ദേഹത്തിന്റെ ഭാഷയിൽ കാണാൻ പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കൃതികളാണ് കൊടുത്തിരിക്കുന്നത്. കവിതാ സംഗ്രഹ്, ഉപന്യാസ്, നിബന്ധ സംഗ്രഹ്, കഹാനി സംഗ്രഹ് എന്നീ 4 കാറ്റഗറിയിലാണ് കൊടുത്തിരിക്കുന്നത്. അനാമിക, പരിമൾ, ഗീതിക, തുളസീദാസ് എന്നിവ കവിതാ സംഗ്രഹങ്ങളാണ്. അപ്സര, അളക, നിരുപമ, പുല്ലിഭാട്ട് എന്നിവ ഉപന്യാസങ്ങളും രവീന്ദ്ര കവിതാ കാനൻ, ചാബുക്, ചയൻ എന്നിവ നിബന്ധ സംഗ്രഹങ്ങളുമാണ്. കഹാനി സംഗ്രഹായി ലില്ലി, സഖി, ദേവി എന്നിവയാണ് വരുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സന്ധ്യാസുന്ദരി എന്നതാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഇതൊരു കവിതയാണ്. ലേഖകൻ സൂര്യകാന്ത് ത്രിപാഠി നിരാല. നിരാലാജി എന്നാണ് നമ്മൾ ചുരുക്കി പറയാറ്. ദിവസാവസാൻ കെ സമയ് മേഘമയ് ആസ്മാൻ സെ ഉത്തർ രഹി ഹെ വഹ് സന്ധ്യാസുന്ദരി പരിസി ധീരെ ധീരെ ധീരെ. ദിവസാവസാൻ അതായത് ദിവസത്തിന്റെ അവസാനം, സന്ധ്യാസമയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ദിവസാവസാൻ കാ സമയ് ദിവസത്തിന്റെ അവസാനമായുള്ള ആ ഒരു സമയത്ത്. മേഘമയ് ആസ്മാൻ സെ മേഘമയ് മേഘങ്ങൾ നിറഞ്ഞ, ആസ്മാൻ എന്ന് പറഞ്ഞ ആകാശം, ആകാശത്ത് നിന്ന്. ഉത്തർ രഹിഹെ ഇറങ്ങി വരുന്നു. ആരാണ് ഇറങ്ങി വരുന്നത്? വഹ് സന്ധ്യാസുന്ദരി. ആരാണ് വരുന്നത്? സന്ധ്യാസുന്ദരി. സന്ധ്യ എന്ന് പറയുന്ന ആ ഒരു സമയത്തെ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ വഴി ഒരു സ്ത്രീയായാണ് കണക്കാക്കുന്നത്. അവൾ ഒരു സുന്ദരിയായ സ്ത്രീയാണെന്നാണ് പറയുന്നത്. സന്ധ്യാസുന്ദരി എങ്ങനെ വരുന്നു? പരീസി ധീരെ ധീരെ ധീരെ. പരി ഒരു മാലാഖയെ പോലെയാണ് അവൾ ഇറങ്ങി വരുന്നത്. പരി എന്നാൽ മാലാഖ എന്നതാണ് അർത്ഥം. ധീരെ 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 പതുക്കെ പതുക്കെ പതുക്കെയാണ് അവൾ വരുന്നത്. തിമിരാഞ്ചൽ മേ ചഞ്ചലത കാ നഹി കഹി മാഭാസ് മധുർ മധുർ ഹേ ദോനോ ഉസ്കെ അധർ കിന്തു ഗംഭീർ നഹി ഹേ ഉന്മേ ഹാസ് വിലാസ്. തിമിരാഞ്ചൽ എന്ന് പറഞ്ഞ ഇരുട്ട് നിറഞ്ഞ ആ ഒരു സമയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ചഞ്ചലത എന്ന് പറഞ്ഞ എന്താ? റെസ്റ്റ്ലെസ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നമുക്കറിയാം, സന്ധ്യാനേരം എന്ന് പറയുന്നത് എല്ലാവരും ആ ഒരു ദിവസത്തിന്റെ ആ ഒരു ഥക്കാൻ, ആ ഒരു ക്ഷീണമെല്ലാം മാറ്റി ഒന്ന് സമാധാനത്തിൽ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. ആ ഒരു സമയത്ത് ഇരുട്ട് പരന്നു തുടങ്ങിയ ആ സമയത്ത് ചഞ്ചലത, റെസ്റ്റ്ലെസ്നെസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡെയിലി ലൈഫിൽ വരുന്ന ആ ഒരു ഹറിബറി, അതൊന്നും, അതിന്റെ ഒരു ആഭാസ്, അതിന്റെ ഒരു ട്രേസോ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സൂചനയോ ഒന്നും തന്നെ കാണാനില്ല എന്നാണ് പറയുന്നത്. മധുർ മധുർ ഹേ ദോനോ മുസ്കെ അധർ. അധർ എന്ന് പറഞ്ഞ ചുണ്ടുകളാണ്. അതായത് സന്ധ്യാസുന്ദരിയുടെ ചുണ്ടുകൾ രണ്ടും മധുർ മധുർ, അത്രയും മധുരം, അത്രയും സ്വീറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അത്രയും സുന്ദരിയാണെന്നാണ് പറയുന്നത്. ഒരു കണക്കിന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഈ പറഞ്ഞ പോലെ ഭൂമിയെയും ആകാശത്തെയും ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം ആ ഒരു സമയത്ത് സന്ധ്യാനേരത്ത് ഭൂമിയെയും ആകാശത്തെയും കാണാൻ ഒരുപോലെ ഭംഗിയാണ്. അതാവാം ഉദ്ദേശിക്കുന്നത്. കിന്തു ഗംഭീർ. ഗംഭീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൗരവമുള്ളതാണ്. അവയിൽ നഹി ഹേ ഉസ്മേം ഹാസ് വിലാസ്. അതിലൊരു ഹാസ് വിലാസ്, ആഹ്ലാദമോ കളിയോ ചിരിയോ അങ്ങനെയൊന്നും കാണാനില്ല. അവൾ എങ്ങനെയാണ്? എലഗന്റ് ആയിട്ടാണ് വരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സായാഹ്നത്തിന്റെ, ആ സന്ധ്യാസമയത്തിന്റെ ശാന്തവും അതുപോലെ തന്നെ ഗൗരവപൂർണവുമായ അന്തരീക്ഷത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹസ്ത ഹേത്തോ കേവൽ താര ഏക്
गूंधा हुआ उन गुंगुराले काले बालों से ഹൃദയരാജ് കി റാണി കാ വഹ കർത്താ ഹെ അഭിഷേക്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് എന്താണ്? എവിടെയും ഒരു ചഞ്ചലതയോ ഇല്ലെങ്കിൽ ആ ഒരു റെസ്റ്റ്ലെസ്നെസ്സോ ഒന്നും നമുക്ക് കാണാനില്ല. എല്ലാവിടെയും ശാന്തിയും സമാധാനവുമാണ് നമുക്ക് കാണാനുള്ളത്. ആകെക്കൂടി ഈ സമയത്ത് ചിരിക്കുന്നത്, ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നതാണ്. ഹസ്ത ഹേതു കേവൽ താരായേക്, ഒരു നക്ഷത്രം മാത്രമാണ് അവിടെ ചിരിക്കുന്നതായി നമുക്ക് കാണാനുള്ളത്. എവിടെയാണ് ആ നക്ഷത്രം ഇരിക്കുന്നത്? ഗൂംധാ ഹുവ ഉൻ ഗുംഗുരാലെ കാലെ ബാലോം സെ. ഗൂംധാ ഹുവ, ആ നക്ഷത്രത്തെ വെച്ചിരിക്കുന്നത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഗുംഗുരാലെ. ഗുംഗുരാലെ എന്ന് പറഞ്ഞാൽ കേളി എന്നുള്ളതാണ് അർത്ഥം വരുന്നത്, ചുരുണ്ടത്. കാലെ ബാലോമേ, കാലെ കറുത്ത മുടിയിഴകളിൽ, അതായത് നമ്മുടെ സന്ധ്യ എന്ന് പറഞ്ഞ ആ സുന്ദരിയുടെ കറുത്ത ചുരുണ്ട മുടിയിഴകളിൽ ഒരു നക്ഷത്രത്തെ വെച്ചിട്ടുണ്ട്. ആ നക്ഷത്രം മാത്രമാണ് ചിരിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ആ ചിരി എങ്ങനെയാണ്? ഹൃദയരാജ് കി റാണി കാ വഹ് കർത്താ ഹെ അഭിഷേക്. ഹൃദയരാജ്, അതായത് കവിയുടെ ഹൃദയരാജ്, ആ ഹൃദയത്തിന്റെ രാജ്യത്തെ റാണിയായാണ് സന്ധ്യയെ കണക്കാക്കുന്നത്. അവൾക്ക് അഭിഷേകം ചെയ്യുന്ന പോലെ, അവളെ അത്രയും മനോഹരിയാക്കുന്നത് പോലെയാണ് ആ നക്ഷത്രം അവിടെ ചിരിക്കുന്നത്. അതായത് സന്ധ്യയുടെ സൗന്ദര്യമാണ് കാണിക്കുന്നത്. സന്ധ്യാ നേരത്ത് നമ്മൾ നോക്കിയാൽ കാണാം, പതുക്കെ പതുക്കെ ആകാശത്ത് ഇരുട്ട് വരന്നു തുടങ്ങും. ആ സമയത്ത് അങ്ങിങ്ങായി ആദ്യം കുറച്ച് നക്ഷത്രങ്ങളെ കാണും. ഒരുപാട് നക്ഷത്രങ്ങളെ ഒന്നും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പൊ അത് കൂടുതലായിട്ട് ആ സന്ധ്യയ്ക്ക് ഭംഗി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അലസതാ കി സി ലത किंतु कोमलता की वह कली सखी नीरवता के कंधे पर डाले बाह चाह सी अंबर पद से चली. എന്താണ് അലസതാ കി സി ലത? ഒരു വള്ളിയെ പോലെ. ലത എന്ന് പറഞ്ഞാൽ എന്താ? വള്ളിച്ചെടി, ക്രീപ്പേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അലസത എന്താണ്? ലേസിനെസ്. അതായത് പയ്യെ പയ്യെ അവള് പതുക്കെയാണ് കടന്നു വരുന്നത്. ഒരു വള്ളിച്ചെടിയെ പോലെ പതുക്കെ പടരുകയാണ് അവള് ചെയ്യുന്നത്. ആകാശത്ത് സന്ധ്യ പടരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ചെറിയ വള്ളിച്ചെടിയെ പോലെ അവൾ പടരുന്നു. കോമളതാക്കി വഹ് കലി. എന്താണ് കോമളത എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്നെസ് ആണ്. കലി എന്ന പൂമൊട്ട് എന്നതാണ് അർത്ഥം. ഒരു പൂമുട്ടിനെ പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് അവളെ കണക്കാക്കുന്നത്. അത്രയും മൃദുത്വത്തോടെയുള്ള ഭാവത്തിലാണ് സന്ധ്യാസുന്ദരി വരുന്നത്. അവൾ പതുക്കെ ഒരു വള്ളിച്ചെടിയെ പോലെ ആകാശത്ത് പടരുന്നു. എങ്ങനെയാ അവൾ വരുന്നത്? സഖി നീരവതാക്കി കന്ധി പർ ഡാലി ബാഹ്. ബാഹ് എന്ന് പറഞ്ഞാൽ കൈകളാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ സന്ധ്യയുടെ സഖിയായിട്ടുള്ള, കൂട്ടുകാരിയായിട്ടുള്ള നീരവത, സൈലൻസ്. ആ സൈലൻസിന്റെ കന്ധേപർ, തോളുകളിൽ കൈകൾ ഇട്ടുകൊണ്ട്, അതായത് സന്ധ്യ വരുമ്പോൾ ഒപ്പം സൈലൻസിനെ കൂടി ഒപ്പം കൊണ്ടുവരുന്നുണ്ട്. സൈലൻസിന്റെ അകമ്പടിയോട് കൂടിയാണ് സന്ധ്യ വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ദിവസത്തെ ആ ഒരു ക്ഷീണമെല്ലാം മാറ്റി നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് സന്ധ്യാസമയം. അതുകൊണ്ടാണ് സൈലൻസിന്റെ അകമ്പടിയോട് കൂടി സന്ധ്യ വരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത്. ചാഹസി അംബർ പട്സെ ചളി. ചാഹസി എന്ന് പറഞ്ഞാൽ ഒരു ഷാഡോ പോലെ, ഒരു നിഴല് പോലെ അവൾ അംബർ പതുസെ. അംബർ പത് എന്ന് പറഞ്ഞാൽ ആകാശവീഥിയിലൂടെ, ആകാശത്തിന്റെ ആ വഴിയിലൂടെ അവൾ പതുക്കെ പതുക്കെ ഒരു വള്ളിച്ചെടിയെ പോലെ ആകാശത്ത് പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നഹി ബജ്തി ഉസ്കെ ഹാത്തോ മേ കോയി വീണ नहीं होता कोई अनुराग राग आलाप नूपुरों में भी रुनझुन 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 नहीं സിർഫ് എക് അവ്യക്ത ശബ്ദ സാ ചുപ് ചുപ് ചുപ്. അതായത് നമുക്കറിയാം, സാധാരണ സിനിമകളിലായാലും ബുക്കുകളിലായാലും നമ്മൾ കണ്ടിട്ടുണ്ട്, നായികമാര് വരുമ്പോൾ ഒരുപാട് പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സംഗീതം പൊഴിക്കുന്നു, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പക്ഷെ അതൊന്നുമില്ല. നമ്മളുടെ സന്ധ്യ എന്ന് പറയുന്ന ആ സ്ത്രീയെ കവിയുടെ റാണിയായിട്ട് ഓൾറെഡി നമ്മൾ കണക്കാക്കി കഴിഞ്ഞു. പക്ഷേ ആ സന്ധ്യ വരുമ്പോൾ ഇവിടെ അങ്ങനെയുള്ള ആർഭാടങ്ങളൊന്നും കാണാനില്ല എന്നാണ് പറയുന്നത്. നഹി ബജ്തി ഉസ്കെ ഹാത്തോ മേം കോയി വീണ. അവളുടെ കയ്യിൽ ഒരു വീണയോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സോ ഒന്നും തന്നെ കാണാനില്ല. നഹി ഹോത്ത കോയി അനുരാഗ് രാഗ് ആലാപ്. അനുരാഗ് രാഗ് ആലാപ്, ഈ പറഞ്ഞ പോലെ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അതല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് വരവേൽക്കാനായിട്ട് പാട്ടുകളോ അങ്ങനെയൊന്നും തന്നെയില്ല. നൂപുറോ മേം ഭി റുഞ്ചുൻ 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 നഹി. എന്താണ്? നമ്മളുടെ നുപുർ ആംക്ലെറ്റ് ആണ്, പാദസരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സൗണ്ട് പോലും കേൾക്കാനില്ല. റുഞ്ചുൻ എന്നതുകൊണ്ട് ഈ ആംക്ലെറ്റിന്റെ സൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് പകരം കേൾക്കുന്നത്? സിർഫ് എക് അവ്യക്ത ശബ്ദസ ചുപ് ചുപ് ചുപ്. അവ്യക്താണ്, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. കറക്റ്റ് ആയിട്ട് നമുക്കത് ഡെപിക്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത പോലെ ചുപ് ചുപ് ചുപ്, സൈലൻസ് എന്നുള്ളത് മാത്രമാണ് അവൾ വരുമ്പോൾ ആകെ കൂടി ചുറ്റും പരക്കുന്നത്. സാധാരണയായി ഒരു സുന്ദരി കടന്നു വരുമ്പോൾ
ആഭരണങ്ങളുടെ ശബ്ദമോ അല്ലെങ്കിൽ സംഗീതമോ ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ സന്ധ്യയുടെ വരവ് അങ്ങനെയല്ല. അവളുടെ കയ്യിൽ വീണയോ ചുണ്ടിൽ പാട്ടോ കാലില് ചിലങ്കയോ അതിന്റെ ശബ്ദമോ ഒന്നും തന്നെയില്ല. പ്രകൃതിയിലേക്ക് സായാഹ്നം കടന്നു വരുമ്പോൾ, അതായത് സന്ധ്യ കടന്നു വരുമ്പോൾ ചുറ്റും പരക്കുന്നത് സമ്പൂർണമായ നിശബ്ദതയാണെന്നാണ് പറയുന്നത്. ആ നിശബ്ദതയെ ചുപ് എന്ന് മന്ത്രിക്കുന്ന ഒരു അപൂർവ ശബ്ദമായാണ് കവി ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. ഇനി ഈ ഭാഗത്ത് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ അവ്യക്തമായ ചുപ് എന്ന് പറയുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ആ ശബ്ദം ഹേ ഗൂഞ്ച് റഹ സബ് കഹീം വ്യോം മണ്ഡൽ മേ ജഗതി തൽ മേ സോതി ഷാൻ സരോവർ പർ ഉസ് അമർ കമലിനി ദൽ മേ. എവിടെയൊക്കെയാണ് ഈ ചുപ് എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് പരക്കുന്നത് എന്നാണ് പറയുന്നത്. ഗൂഞ്ചന എന്ന് പറഞ്ഞാൽ എക്കോ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവിടെയും, ഈ ലോകത്തെല്ലാവിടെയും എന്ത് ചെയ്യുന്നു, ആ ഒരു ചുപ്പ് എന്ന് പറയുന്ന ആ ഒരു സൈലൻസ് പരക്കുന്നു, അത് എക്കോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയാണ്? വ്യോമമണ്ഡൽ മേ ജഗതി തൽമേ സോതിഷാൻ സരോവർ പർ ഉസ് അമൽ കമലിനി ദൽമേ. വ്യോമമണ്ഡൽ എന്നാൽ ആകാശം എന്നതാണ് അർത്ഥം. അതുപോലെ തന്നെ ജഗതി എന്ന് പറഞ്ഞാൽ ജഗതി തൽ ഭൂമി എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? സോതി ഷാൻ സരോവർ പർ ഉസ് അമർ കമലിനി ദൽമേ. ഉറങ്ങിക്കിടക്കുന്ന ശാന്തമായ ആ തടാകത്തിലെ താമരപ്പൂക്കൾക്കിടയിലും അതിന്റെ ദളങ്ങൾക്കിടയിലും ഈ ചുപ് എന്ന് പറയുന്ന സൗണ്ട് എക്കോ ചെയ്ത് കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എവിടെയൊക്കെയാണ് ഈ ചുപ് എന്ന് പറയുന്ന ഈ സൈലൻസിന്റെ എക്കോ കേൾക്കുന്നത്? സൗന്ദര്യ ഗർഭിത സരിതാക്കി അതിവിസ്തൃത് വക്ഷസ്ഥൽ മേ ധീർ വീർ ഗംഭീർ ശിഖർ പർ ഹിമഗിരി അടൽ അചൽ മേ. എന്താണ്? തന്റെ സൗന്ദര്യത്തിൽ അഭിമാനിക്കുന്ന അതിവിശാലമായ മാറോടുകൂടിയ നദിയിൽ, സൗന്ദര്യ ഗർഭിത, സ്വന്തം സൗന്ദര്യത്തിൽ ഗർവം കൂട്ടിയിരിക്കുന്ന, അഭിമാനിക്കുന്ന, സരിതാക്കി, സരിത എന്ന് പറഞ്ഞാൽ പുഴ, റിവർ എന്നുള്ളത് നദി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ആ നദിയുടെ അതിവിസ്തൃത്, വളരെ വലിയ വിസ്തൃതമായ വാസ്റ്റ് ആയിട്ടുള്ള വക്ഷസ്ഥലമേ, വക്ഷസ്ഥലം എന്ന് പറഞ്ഞാൽ ചെസ്റ്റ്, അതിന്റെ ആ ഒരു മാറിന്റെ ഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയും എന്താണ്? ഈ സൈലൻസ് തന്നെയാണ് പയ്യെ പരക്കുന്നത്. പിന്നെ എവിടെയാണ്? ധീർ വീർ ഗംഭീർ ശിഖർ പർ ഹിമഗിരി അടൽ അചൽ മേ. ധീർ വീർ ഗംഭീർ, ധീരമായ ഗൗരവമേറിയതും ശിഖരത്തിന്റെ, ആ ഒരു ശിഖരം എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്കിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ പീക്കിന്റെ ഹിമഗിരി അടൽ അചൽ മേ, ഇമ്മൂവബിളും സ്റ്റഡിയുമായിട്ടുള്ള, അതായത് മലയുടെ ആ ഒരു പീക്കിൽ വരെ ഈ ഒരു സൈലൻസ് പരക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എവിടെയൊക്കെയാണ്? ക്ഷിതിമേം ജലമേം നഭമേം അനിൽ അനൽമേം സിർഫ് ഏക് അവ്യക്ത ശബ്ദസ ചുപ് ചുപ് ചുപ്. അതായത് ഭൂമിയിലും ജലത്തിലും ആകാശത്തിലും കാറ്റിലും അഗ്നിയിലും. ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്, ജലജലം, നഭ എന്ന് പറഞ്ഞാൽ ആകാശം, അനിൽ എന്ന് പറഞ്ഞാൽ കാറ്റ്, അനൽ എന്ന് പറഞ്ഞാൽ അഗ്നി, തീ എന്നാണ് അർത്ഥം. ഇവിടെയെല്ലാം അവ്യക്തമായിട്ടുള്ള ആ ശബ്ദം, ആ ഒരു സൗണ്ട് തന്നെയാണ് കേൾക്കുന്നത്. എന്താണ്? ചുപ് ചുപ് ചുപ്, സൈലൻസ് എന്നുള്ളതാണ് വരുന്നത്. അതായത് ആകാശത്തിലും ഭൂമിയിലും ശാന്തമായ തടാകത്തിൽ ഉറങ്ങിക്കിടക്കുന്ന താമരക്കൂട്ടങ്ങൾക്കിടയിലും തന്റെ സൗന്ദര്യത്തിൽ അഭിമാനിക്കുന്ന വിശാലമായ നദികളിലും ഹിമാലയത്തിന്റെ ഉറച്ച കൊടുമുടികളിലും ആ സന്ധ്യയുടെ ശബ്ദത വ്യാപിക്കുന്നു. ഒടുവിൽ ഭൂമി, ജലം, ആകാശം, കാറ്റ്, തീ എന്നീ പഞ്ചഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും ചുപ് എന്ന് പറയുന്ന ആ ഒരു സൈലൻസ് എന്ന് മന്ത്രിക്കുന്ന ആ ശാന്തത മാത്രമാണ് എങ്ങും പ്രതിധ്വനിച്ച് കേൾക്കുന്നത് എന്നാണ് പറയുന്നത്. ഹേ ഗൂഞ്ച് റഹ സബ് കഹീം ഓർ ക്യാ ഹേ കുച്ച് നഹീം. അതായത് ഈ സൈലൻസ് തന്നെയാണ് എല്ലാവിടെയും മുഴങ്ങുന്നത്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. പ്രപഞ്ചം മുഴുവൻ ശാന്തതയുടെയും നിശ്ചലതയുടെയും ഒരു അപൂർവമായ ഏകാന്തതയിലേക്ക് വഴുതി വീണിരിക്കുന്നു എന്നുള്ള ആ ഒരു ഭാഗത്തെയാണ് കവി ഈ വരികളിലൂടെ അവസാനം അടിവരയിട്ടുറപ്പിക്കുന്നത്. ഇനി എന്താണ്? മദിരാക്കി വഹ് നദി ബഹാത്തി ആത്തി थके हुए जीवों को वह सस्नेह प्याला वह एक पिलाती सुलाती उन्हें अंक पर अपने दिखलाती फिर विस्मृति के वह कितने मीठे सपने. മദിര എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വരുന്നത് വൈൻ എന്നുള്ള രീതിയിലാവാം, ലിക്വർ എന്നുള്ള രീതിയിലാവാം, അതായത് ലഹരി പിടിപ്പിക്കുന്ന ഒരു വസ്തു, അത്രയേ ഉള്ളൂ. മദിരാക്കി വഹ് നദി ബഹലാത്തി യാത്തി. സന്ധ്യ വരുമ്പോൾ അവൾ അവളുടെ ഒപ്പം എന്തുകൂടി കൊണ്ടുവരുന്നുണ്ട്? മദിരയുടെ ഒരു നദി കൂടി ഒഴുക്കി കൊണ്ടുവരുന്നുണ്ട്. തഖേ ഹുയെ ജീവോം കോ വഹ് സസ്നേഹ് പ്യാല വഹ് ഏക് പിലാത്തി. എന്താണ്? തഖേ ഹുയെ,
ക്ഷീണിച്ചിരിക്കുന്ന ജീവികൾക്ക്, ജീവജാലങ്ങൾക്ക് എല്ലാം തന്നെ, മനുഷ്യരും മാത്രമല്ല കേട്ടോ, എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങൾക്കും സ്നേഹത്തോടുകൂടി അവളൊരു പ്യാല, ഒരു കപ്പ് ആ ഒരു മധുരം കൊടുക്കുന്നുണ്ട്. പിലാന എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കുക, കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സുലാത്തി ഉനേം അങ്ക് പർ അപ്നെ, സ്വന്തം അങ്ക്, മടിയില്, ലാപ്പാണ് ഉദ്ദേശിക്കുന്നത്, മടിയിൽ തന്നെ കിടത്തി അവരെ സുലാന, ഉറക്കുകയും കൂടി അവള് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? ദിക്കലാത്തി ഫിർ വിസ്മൃതിക്ക് വഹക്കിത്തിനെ മീഠേ സ്വപ്നെ, വിസ്മൃതിയുടെ ഈ അൺകോൺഷ്യസ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മത്ത് പിടിച്ച് ലഹരി പിടിച്ച് ഉറങ്ങിയ ആ ഒരു അവസ്ഥയിൽ അവൾ ഒരുപാട് മീഠേ സ്വപ്നെ, എന്താണ്, നല്ല സ്വപ്നങ്ങൾ, സ്വീറ്റ് ഡ്രീംസ് ഒരുപാട് അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പകല് മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിച്ചു വരുന്ന ജീവജാലങ്ങൾക്ക് സായാഹ്നം അല്ലെങ്കിൽ സന്ധ്യ ഒരു ആശ്വാസമായാണ് കടന്നു വരുന്നത്. സന്ധ്യാസുന്ദരി തന്റെ സ്നേഹം കൊണ്ട് മദ്യത്തിന്റെ അല്ലെങ്കിൽ മയക്ക് അല്ലെങ്കിൽ ലഹരിയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു നദി തന്നെ ഒഴുക്കിക്കൊണ്ടുവരുന്നുണ്ട്. ക്ഷീണിതരായ അവർക്ക് ശാന്തിയുടെ ആ പാനീയം നൽകി അവരെ തന്റെ മടിത്തട്ടിൽ കിടത്തി ഉറക്കുകയും എല്ലാ ദുരിതങ്ങളും മറന്ന് മനോഹരമായ സ്വപ്നലോകത്തേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യും. പ്രകൃതി ജീവികൾക്ക്, അതായത് എല്ലാ മനുഷ്യർക്കും ബാക്കി ജീവജാലങ്ങൾക്കും നൽകുന്ന അഗാധമായ വിശ്രമത്തെയാണ് കവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. अर्धरात्रि की निश्चलता में हो जाती वह लीन, कवि का बढ़ जाता अनुराग, विरहाकुल कमनीय कंठ से आप निकल पड़ता तब एक विहाग. എന്താണ്? കവിതയുടെ അവസാന ഭാഗങ്ങളാണ്. ഇവിടെ പറയുന്നത് എന്താ? അർദ്ധരാത്രി, അതായത് സന്ധ്യ പയ്യെ പയ്യെ രാത്രിയോട് കൂടി ചേരുകയാണ് ചെയ്യുന്നത്. അർദ്ധരാത്രിയുടെ നിശ്ചലത, അർദ്ധരാത്രിയുടെ ആ നിശ്ചലാവസ്ഥയില് സന്ധ്യ പതുക്കെ എന്താണ്? ലീനായി ചേരുന്നു. ലീനായി ചേരുക എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേരുക. അവള് പതുക്കെ അർദ്ധരാത്രിയോട് അലിഞ്ഞു ചേർന്നിരിക്കുന്നു, രാത്രിയോട് അലിഞ്ഞു ചേർന്നു അവള്. ആ സമയത്ത് കവിക ബഡ്ജാത്ത അനുരാഗ്, ആ സമയത്താണ് കവിക്ക് അവളോട് കൂടുതലായി ഇഷ്ടം തോന്നുന്നത്, അനുരാഗം തോന്നുന്നത് എന്നാണ് പറയുന്നത്. വിരഹാകുൽ കമനീയ കണ്ടസെ, വിരഹാകുൽ എന്നാണ് വിരഹം, ഈ പറഞ്ഞ പോലെ അകന്നിരിക്കുമ്പോൾ വരുന്ന ആ ഒരു വേദനയാണ് ഉദ്ദേശിക്കുന്നത്. ആ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന കവിയുടെ കണ്ഠത്തിൽ നിന്നും ആപ് നിക്കൽ പടുത്ത, ആപ് നിക്കൽന എന്ന് പറഞ്ഞാൽ സ്വയം പുറത്തു വരിക, ആപ് നിക്കൽ പടുത്ത തബ് എക് വിഹാഗ്, ആ ഒരു സംഗീതം അപ്പോൾ പുറത്തു വരുന്നു എന്നാണ് പറയുന്നത്. അതായത് രാത്രിയുടെ നിശ്ചലതയിലേക്ക് സന്ധ്യാസുന്ദരി പൂർണ്ണമായും അലിഞ്ഞു പോകുമ്പോൾ പ്രകൃതിയോടുള്ള കവിയുടെ സ്നേഹവും ആരാധനയും, ആരാധന എന്ന് പറയുമ്പോൾ അനുരാഗം കൂടിയാണ് ഉദ്ദേശിക്കുന്നത്, പാരമ്യത്തിലെത്തുന്നു, ആ ഒരു എക്സ്റ്റെന്റിൽ, ആ ഒരു പീക്കിലെത്തുന്നു എന്നാണ് പറയുന്നത്. വിരഹം പേറി നിൽക്കുന്ന ആ ഒരു ലേഖകന്റെ, കവിയുടെ കണ്ഠത്തിൽ നിന്ന് വിഹാഗ് എന്ന രാഗത്തോടു കൂടി ഒരു ഗാനം സ്വയം പുറപ്പെടുന്നു. കവി അറിയാതെ തന്നെ അത് പുറത്തു വന്നു പോവുകയാണെന്നാണ് പറയുന്നത്. രാത്രിയുടെ ഏകാന്തതയും വിരഹഭാവവും സംഗീതാത്മകമായി മാറുന്ന മനോഹരമായ നിമിഷമാണ് കവി ഈ അവസാന വരികളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സന്ധ്യാസുന്ദരി എന്ന് പറയുന്ന സൂര്യകാന്ത് ത്രിപാഠി നിരാലാജി എഴുതിയിട്ടുള്ള കവിതയെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കവിതയെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.